നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കേരളത്തിലെ ജനം ഹൈക്കമാൻഡിൻ്റെ തിരക്കഥ പൊളിക്കുന്നു. കേരളത്തിൽ നിന്നുള്ള മുൻ KPCC അധ്യക്ഷന്മാർ ഇപ്പോൾ ഡൽഹിയിലുണ്ട്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ കേരളത്തിൽ തന്നെ. KPCC വർക്കിംഗ് പ്രസിഡന്റുമാരെയും ഡൽഹിയിലേക്ക് വിളിപ്പിച്ചു വരുത്തി. ഇന്ന് രാവിലെ മുതൽ മാരത്തൺ ചർച്ചകൾ ഡൽഹിയിൽ തുടങ്ങിക്കഴിഞ്ഞു. KPCC വർക്കിംഗ് പ്രസിഡന്റുമാർ പൂർണ്ണമായും KC പക്ഷത്താണ്. തന്ത്രപരമായ നീക്കങ്ങളായിരുന്നു തുടക്കം മുതൽ ഹൈക്കമാൻഡിൻ്റെ ഭാഗത്തു നിന്ന് നമ്മൾ കണ്ടത്. KC വേണുഗോപാലിന് അനുകൂലമായ ഒരു തരംഗം കേരളത്തിലുണ്ടാക്കാൻ അവർ ശ്രമിച്ചു. MP-മാർ മത്സരിക്കേണ്ടതില്ല എന്നതായിരുന്നു ഹൈക്കമാൻഡിൻ്റെ ആദ്യ നിലപാട്. എന്നാൽ മെയ് 4-ാം തീയതി വോട്ടെണ്ണലിന് തൊട്ടുപിന്നാലെ AICC നിരീക്ഷകർ കേരളത്തിലെത്തി. AICC നിരീക്ഷകർ കേരളത്തിലെത്തുമ്പോൾ 3 നേതാക്കൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കടന്നു വരുന്നു. എങ്ങനെയാണ് കേരളത്തിൽ നിന്നും മത്സരിച്ച് ജയിക്കാത്ത KC വേണുഗോപാൽ ഈ ലിസ്റ്റിൽ ഇടം പിടിച്ചത്? ഇത്തരമൊരു ലിസ്റ്റിൽ ഇടം പിടിക്കണമെങ്കിൽ അതിനു പിന്നിൽ ശക്തമായ ചില ചരടുവലികൾ നടന്നിരിക്കണം. അഥവാ രാഹുൽ ഗാന്ധി തലത്തിലുള്ള ആരെങ്കിലുമൊക്കെ ഇതിൽ ഇടപെട്ടിട്ടുണ്ടാവാം. അല്ലെങ്കിൽ KC വേണുഗോപാൽ എന്നൊരാളുടെ പേര് ആ ലിസ്റ്റിൽ എങ്ങനെ കടന്നുകൂടി? ഈ ചോദ്യമാണ് അടിമുടി അട്ടിമറി സംശയിക്കാനുള്ള കാരണവും. സാധാരണഗതിയിൽ ജയിച്ചു വന്ന കോൺഗ്രസ് MLA-മാരിൽ നിന്ന് ഭൂരിപക്ഷം മനസ്സിലാക്കി ഒരാളെ നിയമസഭാ കക്ഷി നേതാവായി തിരഞ്ഞെടുക്കുകയാണ് പതിവ്. ആ പതിവിന് വിരുദ്ധമായി മറ്റൊരു പേര് കൂടി കേരളത്തിലെ MLA-മാരുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു. മറ്റൊരു നേതാവിൻ്റെയും പേര് MLA-മാരുടെ മുന്നിൽ എന്തുകൊണ്ട് ഹൈക്കമാൻഡ് ഇട്ടുകൊടുത്തില്ല? MLA-മാരുടെ മുന്നിൽ KC വേണുഗോപാലിൻ്റെ പേര് എന്തിനു വെച്ചു എന്ന ചോദ്യം VD പക്ഷം ഉയർത്തുമ്പോൾ പലതും സംശയിക്കേണ്ടി വരും. മെയ് 4-ാം തീയതി വോട്ടെണ്ണൽ കഴിയുന്നതുവരെ ഒരു തരത്തിലും KC വേണുഗോപാലിൻ്റെ പേര് അന്തരീക്ഷത്തിലുണ്ടായിരുന്നില്ല. അതിനു മുൻപ് പലവട്ടം മാധ്യമപ്രവർത്തകർ KCയോട് ചോദിച്ചു, കേരളത്തിൽ മുഖ്യമന്ത്രിയാവാൻ താല്പര്യമുണ്ടോ? അപ്പോഴൊക്കെ KC വേണുഗോപാൽ പറഞ്ഞത് ആ ലിസ്റ്റിൽ നിന്ന് തൻ്റെ പേര് വെട്ടിക്കളയാൻ. എന്നാൽ പിന്നീട് മെയ് 4-ാം തീയതി എങ്ങനെ KC വേണുഗോപാലിൻ്റെ പേര് ലിസ്റ്റിൽ കടന്നുകൂടി? AICC നിരീക്ഷകരെ കേരളത്തിലേക്ക് അയച്ചത് രാഹുൽ ഗാന്ധിയാണ്. അപ്പോൾ പിന്നെ KCയുടെ പേര് ആ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി വിട്ടത് രാഹുൽ ഗാന്ധി തന്നെയല്ലേ? AICC നിരീക്ഷകർ കേരളത്തിലെത്തി മടങ്ങിയതിൻ്റെ തൊട്ടടുത്ത ദിവസമാണ് 3 പേരെയും ചർച്ചകൾക്കായി ഡൽഹിയിലേക്ക് വിളിപ്പിച്ചത്. മത്സരിക്കാത്ത KC വേണുഗോപാലിനെ എന്തിന് ചർച്ചകളിൽ പങ്കെടുപ്പിച്ചു? AICCയുടെ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ ഒരുപക്ഷെ KC വേണുഗോപാലിനെ ഇത്തരം ചർച്ചകളിൽ പങ്കെടുപ്പിക്കാം. എന്നാൽ ഇവിടെ KCയെ പങ്കെടുപ്പിച്ചത് ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി. 3 പേരിൽ ആർക്കാണ് കേരളത്തിൽ സ്വാധീനം എന്ന വിലയിരുത്തലാണ് ആദ്യഘട്ടത്തിൽ കേന്ദ്ര നിരീക്ഷകർ നടത്തിയത്. കേരളത്തിലേക്ക് അവർ കടന്നു വരുന്നതിന് മുൻപ് തന്നെ KCയുടെ ഗ്രൂപ്പ് മാനേജർമാർ കളം നിറഞ്ഞു നിന്നിരുന്നു. AP അനിൽകുമാറും മാത്യു കുഴൽനാടനുമൊക്കെ മറ്റ് MLA-മാരെ നേരിൽ കണ്ടു. എല്ലാവരെയും ഫോണിൽ ബന്ധപ്പെട്ടു. തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികൾക്ക് പണമെത്തിക്കാൻ KC വേണുഗോപാൽ മിനക്കെട്ടതും വിമതരെ UDF ക്യാമ്പിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നതുമൊക്കെ ചൂണ്ടിക്കാട്ടിയായിരുന്നു അവരുടെ പ്രചരണം. എന്നാൽ ഇതൊന്നുമല്ല തെരഞ്ഞെടുപ്പിൽ വിജയിക്കാനുണ്ടായ സാഹചര്യം. VD സതീശൻ കട്ടയ്ക്ക് നിന്നിരുന്നു എന്ന യാഥാർത്ഥ്യം ജനം ചൂണ്ടിക്കാട്ടി. തന്ത്രപരമായ നീക്കങ്ങളിലൂടെ പാർട്ടി സ്വാധീനം ഉപയോഗിച്ച് MLA-മാരിൽ ഭൂരിപക്ഷം ഉറപ്പിക്കാൻ KCക്ക് കഴിഞ്ഞു. മറുവശത്ത് KCക്കാണ് MLA-മാരിൽ മഹാഭൂരിപക്ഷത്തിൻ്റെയും പിന്തുണ എന്ന് കൃത്യതയോടെ MLA-മാരെ ബോധ്യപ്പെടുത്താനും അവർക്ക് കഴിഞ്ഞു. 100% KC വേണുഗോപാൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി വരും എന്ന വിശ്വാസം MLA-മാരിൽ രൂഢമൂലമാക്കാൻ KC ക്യാമ്പിന് കഴിഞ്ഞു. ഡൽഹിയിൽ വലിയ സ്വാധീന ശക്തിയുണ്ട് KC വേണുഗോപാലിന്. എന്നാൽ കേരളത്തിലെ ജനങ്ങൾ എത്രത്തോളം KC സ്വീകരിക്കും എന്ന സന്ദേഹം തുടക്കം മുതൽ KC ക്യാമ്പിലുണ്ട്. അതുകൊണ്ടാണ് കൃത്യമായ തിരക്കഥ അതിനുവേണ്ടി തയ്യാറാക്കിയത്. MLA-മാർക്കിടയിൽ കൂടുതൽ സ്വീകാര്യൻ KCയാണ് എന്ന് കേരളത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഹൈക്കമാൻഡിന് കഴിഞ്ഞു. തൊട്ടുപിന്നാലെ ഇപ്പോഴിതാ മുൻ KPCC അധ്യക്ഷന്മാരെയും KPCC വർക്കിംഗ് പ്രസിഡന്റുമാരെയും ഡൽഹിക്ക് വിളിപ്പിച്ചു. KPCCയുടെ മുൻ അധ്യക്ഷന്മാർ മിക്കവരും A ഗ്രൂപ്പിൽപ്പെട്ടവരാണ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ പോലെയുള്ളവർ. അവരൊക്കെ ഇപ്പോൾ പൂർണ്ണമായി KC ക്യാമ്പിലാണ്. മുൻ KPCC അധ്യക്ഷൻ K സുധാകരൻ കട്ടയ്ക്ക് തന്നെ KCക്കൊപ്പമുണ്ട്. ചുരുക്കത്തിൽ പാർട്ടിയിലെ ഭൂരിപക്ഷം നേതാക്കളുടെയും പിന്തുണ തനിക്ക് തന്നെയാണ് എന്ന് KC കേരളത്തെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നു. അതുതന്നെയാണ് ഹൈക്കമാൻഡ് ചെയ്യുന്നതും. ഈ തിരക്കഥ വ്യക്തമാണ്. MLA-മാരുടെയും പാർട്ടി നേതാക്കളുടെയും ഒക്കെ പിന്തുണ KCക്കാണ് എന്നുറപ്പിക്കുന്ന കാഴ്ച. എന്നാൽ മറുവശത്ത് കേരളത്തിലെ ജനങ്ങൾ ഇടഞ്ഞു നിൽക്കുന്നു. 90% KCക്ക് എന്ന നിലയിലായിരുന്നു ഇക്കഴിഞ്ഞ ദിവസം വരെ.
എന്നാൽ കാര്യങ്ങൾ അടപടലം മറിയുന്നു എന്നതാണ് ഏറ്റവും ഒടുവിലത്തെ ഡൽഹി സംഭവ വികാസങ്ങൾ. KPCC മുൻ അധ്യക്ഷന്മാർ ഇപ്പോൾ വിയർക്കുന്നു. കേരളത്തിലെ ജനങ്ങൾ അവരെ എടുത്തൊടുക്കുമെന്ന ഭയം ഒരു വശത്ത്, മറുവശത്ത് K. മുരളീധരനെ പോലെയുള്ളവർ സത്യം വിളിച്ചു പറയുമെന്ന് ജനം കരുതുന്നു. K. മുരളീധരൻ KC വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്നില്ല. മുരളീധരൻ്റെ പിന്തുണ സതീശനാണ് എന്ന സൂചനകൾ പുറത്തു വരുന്നു. K. സുധാകരൻ കട്ടയ്ക്ക് നിൽക്കും KCക്കൊപ്പം. തിരുവഞ്ചൂർ രാധാകൃഷ്ണനും KC വേണുഗോപാലിന് നിലപാട് പ്രഖ്യാപിച്ചു. മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾ എന്തുകൊണ്ട് VD സതീശനെ പിന്തുണയ്ക്കുന്നു? ഘടകകക്ഷികൾ നാട്ടിലെ ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നവരാണ്. അവർക്കറിയാം ജനങ്ങളുടെ പൾസ്. ഘടകകക്ഷികൾ മാത്രമല്ല, കോൺഗ്രസ് MLA-മാരും ഇപ്പോൾ വിയർക്കുകയാണ്. KC ക്യാമ്പിലുള്ള മാത്യു കുഴൽനാടനെ പോലെയുള്ളവർ പറയുന്നത് KCയെ മുഖ്യമന്ത്രിയാക്കി കഴിഞ്ഞാൽ ഒരാഴ്ച കൊണ്ട് ജനങ്ങളെ കറക്കിയെടുക്കാമെന്ന്. എന്നാൽ കേരളത്തിലെ ജനങ്ങളെ അത്ര എളുപ്പം കറക്കിയെടുക്കാൻ കഴിയുമോ എന്ന ചോദ്യം ഇവിടെ ശക്തമാകുന്നു. KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയായി അവരോധിച്ച് തൊട്ടുപിന്നാലെ മാത്യു കുഴൽനാടനും AP അനിൽകുമാറും A ഗ്രൂപ്പ് പ്രമുഖരുമൊക്കെ കളത്തിലിറങ്ങിയാൽ എല്ലാം തിരിഞ്ഞു മറിയുമെന്നാണ് അവരുടെ കണക്കുകൂട്ടൽ. 6 മാസമുണ്ട് ഉപതെരഞ്ഞെടുപ്പിന്. അപ്പോഴേക്ക് കളം അനുകൂലമാക്കിയെടുക്കാൻ കഴിയും എന്നവർ വിശ്വസിക്കുന്നു. ഉപതെരഞ്ഞെടുപ്പിന് രാഹുൽ ഗാന്ധിയെയും പ്രിയങ്കയെയും ഒക്കെ കളത്തിലിറക്കി പ്രചരണം നടത്തിയാൽ അതും തങ്ങൾക്ക് അനുകൂലമാകും എന്ന് KC ക്യാമ്പ് കരുതുന്നു. മറുവശത്ത് കർണാടകയിലെ സിദ്ധരാമയ്യയെ കളത്തിലിറക്കി മുസ്ലിം ലീഗിനെ അനുനയിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ KC ക്യാമ്പ് തുടക്കമിട്ടു. കർണാടകയിൽ നിന്നൊരു മന്ത്രി ഇക്കഴിഞ്ഞ ദിവസം പാണക്കാട് തറവാട്ടിലെത്തി. KCയെ അനുകൂലിക്കണമെന്നാണ് അവരുടെ ആവശ്യം. സമവായ ഫോർമുലയായിരിക്കും നല്ലത് എന്ന് AK ആന്റണി ആവർത്തിച്ച് പറയുന്നു. സമവായ ഫോർമുല ഉരുത്തിരിയാൻ KC പക്ഷം ആഗ്രഹിക്കുന്നേയില്ല. തുനിഞ്ഞിറങ്ങി ഇനി മുഖ്യമന്ത്രി തന്നെ എന്നാണ് KCയുടെ നിലപാട്. മറുവശത്ത് കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ വലിയ വികാരം അലയടിക്കുന്നു. തെരഞ്ഞെടുക്കപ്പെട്ട MLA-മാർ ഇപ്പോൾ വിജയാഹ്ലാദം നടത്താൻ ഭയപ്പെട്ടു നിൽക്കുകയാണ്. മണ്ഡലത്തിലിറങ്ങിയാൽ ജനം അവരെ ചീത്ത പറഞ്ഞോടിക്കും. എവിടെ നിങ്ങളുടെ മുഖ്യമന്ത്രി എന്ന ചോദ്യം. VD സതീശൻ ജനങ്ങൾക്ക് മുന്നിൽ വെച്ച വാഗ്ദാനങ്ങൾ അത് വിശ്വസിച്ചാണ് ഞങ്ങൾ വോട്ട് ചെയ്തത് എന്ന് ജനം കട്ടയ്ക്ക് പറയുന്നു. മറുവശത്ത് രമേശ് ചെന്നിത്തല എന്ന സീനിയർ നേതാവിൻ്റെ കണ്ണീർ. രമേശിനെ ഇത്രയധികം വേദനിപ്പിക്കേണ്ടതുണ്ടോ എന്ന ചോദ്യവും ജനങ്ങൾക്കിടയിൽ ശക്തമാകുന്നു. MLA-മാരുടെ പിന്തുണ നോക്കി മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിലെ സാഹചര്യമല്ല കേരളത്തിൽ. MLA-മാരുടെ പിന്തുണ നോക്കി തെരഞ്ഞെടുക്കപ്പെട്ട MLA-മാരിൽ ഒരാളെ ഉയർത്തിക്കൊണ്ടുവരാനല്ല ഹൈക്കമാൻഡ് ശ്രമിച്ചത്. മറിച്ച് തെരഞ്ഞെടുക്കപ്പെടാത്ത ഒരു MPയെ ആ സ്ഥാനത്തേക്ക് ഏതെങ്കിലും വിധത്തിൽ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമമാണ് ഹൈക്കമാൻഡ് കാട്ടുന്നത്. ജയിച്ചു വന്ന 63 MLA-മാർ കോൺഗ്രസിലുള്ളപ്പോൾ മുഖ്യമന്ത്രിയായി പുറത്തുനിന്നുള്ള ഒരാളെ എന്തിനു കൂട്ടിക്കൊണ്ടുവരുന്നു എന്ന ന്യായമായ ചോദ്യം മുസ്ലിം ലീഗ് ഉയർത്തുന്നു. ജനങ്ങളിൽ ബഹുഭൂരിപക്ഷവും VD സതീശനൊപ്പം. രമേശ് ചെന്നിത്തലയ്ക്കും ചെറിയ പിന്തുണയുണ്ട്. ഇതിനിടയിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിച്ചാൽ ജനം പ്രതികരിക്കും എന്ന ഭയം KC ക്യാമ്പിൽ. അതുകൊണ്ടാണ് വലിയ മുറിവുകൾ ഉണ്ടാക്കാതെ ഏതെങ്കിലും വിധത്തിൽ KCയെ അവതരിപ്പിക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടരുന്നത്. എന്തുകൊണ്ടാണ് KCയുടെ പേര് പ്രഖ്യാപിക്കാൻ ഹൈക്കമാൻഡ് ഭയപ്പെടുന്നത്? ഒരൊറ്റ ഉത്തരം മാത്രം. ക്യാബിനറ്റിൽ താനുണ്ടാകില്ല എന്ന കടുപ്പിടുത്തത്തിലാണ് ഇപ്പോഴും VD സതീശനും രമേശ് ചെന്നിത്തലയും. KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാകുന്ന ക്യാബിനറ്റിൽ രമേശ് ചെന്നിത്തലയും VD സതീശനും ഇടം പിടിച്ചില്ല എങ്കിൽ കോൺഗ്രസ് മന്ത്രിസഭ ദുർബലമാകും. ഒരുപക്ഷെ മുസ്ലിം ലീഗ് അവിടെ ചില സമ്മർദ്ദ തന്ത്രങ്ങൾ ഒരുക്കും. തങ്ങളും ക്യാബിനറ്റിലേക്കില്ല എന്ന് ലീഗ് പറഞ്ഞാൽ ഹൈക്കമാൻഡ് ഒറ്റപ്പെടും. ഇത്തരമൊരു അപകട സാധ്യത ഹൈക്കമാൻഡ് മണക്കുന്നു. എന്നാൽ KC പക്ഷം ഒരു പോരാട്ടത്തിൻ്റെ വീര്യത്തിലാണ്. അവർ പുറത്തു നിൽക്കുകയാണെങ്കിൽ നിൽക്കട്ടെ, KC തന്നെ മുഖ്യമന്ത്രി എന്നാണ് അവരുടെ വാദം. മുൻ KPCC പ്രസിഡന്റുമാരുടെയും വർക്കിംഗ് പ്രസിഡന്റുമാരുടെയും അടക്കം അഭിപ്രായം തേടാൻ ഹൈക്കമാൻഡ് തീരുമാനിച്ചതും KCയെ ഏതെങ്കിലും വിധത്തിൽ ഇവിടെ കെട്ടിയിറക്കാൻ തന്നെ. KPCC വർക്കിംഗ് പ്രസിഡന്റുമാരായ ഷാഫി പറമ്പിൽ, AP അനിൽകുമാർ, PC വിഷ്ണുനാഥ് 3 പേരും KC ക്യാമ്പിലെ പ്രമുഖരാണ്. ഇവരെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചു വരുത്തി എന്തുതരം ചർച്ചയാണ് ഹൈക്കമാൻഡ് ഉദ്ദേശിക്കുന്നത് എന്ന് VD പക്ഷം ചോദിക്കുന്നു. KPCC വൈസ് പ്രസിഡന്റുമാരായ ഇവർ 3 ചേർന്നാണ് KC വേണുഗോപാലിനെ കേരളത്തിലെ മുഖ്യമന്ത്രിയാക്കാനുള്ള ചരടുവലികൾ നടത്തുന്നത്. അവരെ തന്നെ ഇപ്പോൾ ഡൽഹി ചർച്ചകൾക്ക് വിളിപ്പിച്ചു വരുത്തുമ്പോൾ അതിൻ്റെ യുക്തി സാമാന്യബോധമുള്ള ജനങ്ങൾക്ക് ബോധ്യമാകും. നെഹ്റു കുടുംബത്തോട് അടുപ്പമുള്ള പലരുടെയും അഭിപ്രായമെടുത്തു എന്നാണ് പുറത്തുവരുന്ന വിവരം. അവരൊക്കെ രാഹുൽ ഗാന്ധിയുടെ അഭിപ്രായത്തോട് ചേർന്ന് നിൽക്കുന്നവർ. മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് KC വേണുഗോപാലുമായി വ്യക്തിപരമായി ബന്ധമുണ്ട്. രാഹുൽ ഗാന്ധിയുടെയും സ്ഥിതി അതുതന്നെ.
ഇരുവരും KCയെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാക്കാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ സോണിയാഗാന്ധിയുടെ തീരുമാനം ഇതുവരെ അവസാനമായി വന്നിട്ടില്ല. അതാണ് KC വേണുഗോപാലിനെ പ്രഖ്യാപിക്കാനുള്ള താമസം. ചർച്ചകളുടെ ഭാഗമായി രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും പ്രിയങ്കയുമായി സംസാരിച്ചിരുന്നു. എന്നാൽ പ്രിയങ്ക വ്യത്യസ്ത നിലപാടാണ് സ്വീകരിച്ചത്. കേരളത്തിലെ പ്രത്യേക സാഹചര്യം മനസ്സിലാക്കണമെന്നും ലീഗ് നേതൃത്വം താനുമായി പലവട്ടം സംസാരിച്ചുവെന്നും പ്രിയങ്ക രാഹുലിനെയും ഖാർഗെയെയും അറിയിച്ചു. കേരളത്തിൽ KC വേണുഗോപാലിനെ അടിച്ചേൽപ്പിച്ചാൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും എന്ന ഭയം പ്രിയങ്കയ്ക്കുണ്ട്. 2029 ലോക്സഭയിൽ വയനാട്ടിൽ നിന്ന് മത്സരിക്കാൻ ആഗ്രഹിക്കുന്ന പ്രിയങ്കയെ സംബന്ധിച്ച് വലിയ പരീക്ഷണങ്ങളാണ് ഇതൊക്കെ. VD സതീശനും രമേശ് ചെന്നിത്തലയ്ക്കും MLA-മാരുടെ പിന്തുണ ഒറ്റയക്കത്തിൽ ഒതുങ്ങുന്നു എന്ന പോയിന്റാണ് KC പക്ഷത്തിൻ്റെ മുഖ്യ ആയുധം. എന്നാൽ കഴിഞ്ഞ 7 വർഷമായി AICCയുടെ സംഘടനാ ചുമതലയിലുള്ള ഒരു ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയെ തനിക്ക് അനുകൂലമായി വാർത്തെടുക്കാൻ ഇതിനകം KC വേണുഗോപാലിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന് കട്ടയ്ക്ക് വാദിക്കുകയാണ് VD പക്ഷം. രമേശ് ചെന്നിത്തലയും VD സതീശനും KC വേണുഗോപാലും ഒന്നിച്ചുള്ള ഹൈക്കമാൻഡ് ചർച്ചയിൽ കട്ടയ്ക്കുള്ള നിലപാടാണ് അന്ന് VD സ്വീകരിച്ചത്. തൻ്റെ വാദമുഖങ്ങൾ സമർത്ഥമായി ഖാർഗെയ്ക്കും രാഹുലിനു മുന്നിലും അവതരിപ്പിച്ചു VD. രമേശ് ചെന്നിത്തലയും തൻ്റെ പോയിന്റുകൾ ശക്തമായി അവിടെ അവതരിപ്പിച്ചു. ഉത്തരം മുട്ടിക്കുകയായിരുന്നു അക്ഷരാർത്ഥത്തിൽ KC വേണുഗോപാലിനെ. MLA-മാരുടെ ഭൂരിപക്ഷം കൊണ്ട് അങ്ങോട്ടേക്ക് കെട്ടിയിറക്കാം എന്ന വ്യാമോഹം അവർ രണ്ടുപേരും പൊളിച്ചടുക്കി. ഇവിടെയാണ് വലിയ പരീക്ഷണമായി മാറിയിരിക്കുന്നത് KCക്ക്. പാർട്ടിയുടെ ശക്തി ഉപയോഗിച്ച് കേരളത്തിലെ മുഖ്യമന്ത്രി പദത്തിലെത്തിയാൽ എത്രമാത്രം അത് ജനങ്ങളെ കൺവിൻസ് ചെയ്യാൻ കഴിയും? ഈ ചോദ്യത്തിന് മുന്നിൽ അടപടലം പതറി നിൽക്കുകയാണ് ഹൈക്കമാൻഡ്. ജനശക്തിക്ക് മുന്നിൽ വിരണ്ടു ഹൈക്കമാൻഡ് എന്ന് വ്യക്തം. അതുകൊണ്ടാണ് ഇപ്പോൾ നടക്കുന്ന ഈ അന്തർനാടകങ്ങൾ. മുസ്ലിം ലീഗ് കട്ടയ്ക്ക് നിലപാടെടുത്തു നിൽക്കുകയാണ് മറുവശത്ത്. VD സതീശനോ രമേശ് ചെന്നിത്തലയോ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളിൽ ആരായാലും കുഴപ്പമില്ല. ഇത് ന്യായമായ ആവശ്യമാണ് എന്ന് സാമാന്യബോധമുള്ള ജനങ്ങൾക്കും അറിയാം. അതുകൊണ്ടാണ് ഹൈക്കമാൻഡ് ഒരു തീരുമാനമെടുക്കുന്നതിൽ ഇത്രയധികം പരുങ്ങുന്നത്. സോണിയാഗാന്ധിയും AK ആൻ്റണിയും ചേർന്നുള്ള ഒരു തീരുമാനത്തിൽ കാര്യങ്ങൾ എത്തുമോ എന്ന സംശയം ബാക്കി. അത്തരമൊരു തീരുമാനത്തിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത് എങ്കിൽ രമേശ് ചെന്നിത്തലയെ മുഖ്യമന്ത്രിയാക്കാനുള്ള സാഹചര്യം തെളിയും. അവിടെയും VD സതീശന് ഉപമുഖ്യമന്ത്രി സ്ഥാനം നൽകും എന്നതിൽ സംശയം വേണ്ട. എന്നാൽ കളത്തിന് പുറത്ത് മുറിവേറ്റ് നിന്ന KC വേണുഗോപാൽ ഇതിനോടൊക്കെ എങ്ങനെ പ്രതികരിക്കും? ഒരു കാര്യം വ്യക്തമാണ്, VD സതീശനെയും രമേശ് ചെന്നിത്തലയെയും ഇത്രയധികം ചതിച്ചത് A ഗ്രൂപ്പ് നേതൃത്വമാണ്. ബെന്നി ബെഹനാനും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും അടക്കമുള്ള A ഗ്രൂപ്പ് നേതാക്കൾ കൃത്യസമയത്ത് ഇരുവരെയും പാലം വലിച്ചു. ചുരുക്കത്തിൽ KC പക്ഷത്തിന് ശക്തി കൊടുത്തത് A ഗ്രൂപ്പിൻ്റെ തന്ത്രപരമായ നീക്കങ്ങൾ. മറുവശത്ത് മാത്യു കുഴൽനാടനും AP അനിൽകുമാറും ചേർന്ന് MLA-മാരെ തങ്ങളുടെ പക്ഷത്താക്കി. AICCയിൽ നിന്നുള്ള ഫണ്ട് എത്തിക്കുക മാത്രമായിരുന്നു KC ചെയ്തത്. എന്നാൽ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനുള്ള ഫണ്ട് എത്തിച്ച വ്യക്തി എന്ന നിലയിലും KC അവർ പുകഴ്ത്തുകയാണ്. ഏറ്റവും ഒടുവിൽ നമ്മൾ സാഹചര്യം വിലയിരുത്തുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, KCക്ക് തന്നെയാണ് ഇപ്പോൾ മുൻതൂക്കം. ശതമാനക്കണക്കുകളുടെ പേരിലല്ല, മറിച്ച് ഹൈക്കമാൻഡ് ഇപ്പോഴും ഏതു വിധേനയും KCയെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാക്കാൻ ആഗ്രഹിക്കുന്നു. മറുവശത്ത് ജനമൊന്നടങ്കം അതിനെ എതിർക്കുന്നു. ജനങ്ങളുടെ ഈ പ്രതിഷേധത്തിന് മുന്നിൽ ഹൈക്കമാൻഡ് ഭയപ്പെട്ട് നിൽക്കുന്ന സാഹചര്യം മാറിയാൽ മാത്രമേ KC അവതരിപ്പിക്കൂ. അതല്ല എങ്കിൽ ഒരു സമവായം ഇവിടെ ഉരുത്തിരിയും. അത്തരമൊരു സമവായത്തിന് സോണിയയും AK ആൻ്റണിയും ശ്രമിച്ചാൽ രമേശ് ചെന്നിത്തലയെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കും. ഒപ്പം ഉപമുഖ്യമന്ത്രിയായി VD സതീശനെയും. ഇന്ന് വൈകുന്നേരമോ നാളെയോ ഒരു പ്രഖ്യാപനമുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുകയാണ് കേരളം. എന്നാൽ ഡൽഹിയിലെ സാഹചര്യം അതീവ സങ്കീർണമാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.